പറയാം. അപ്പോൾ എന്നോടൊപ്പം ഫാദർ സാമുവലും ചേരുന്നുണ്ട്. ഫാദർ സാമുവലിനെ ഞാനിന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. മെറി ക്രിസ്മസ് ഫാദർ. ഫാദർ വലിയ ആഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലും പൊതുവേദിക്കൊപ്പം ചേർന്ന് വന്നത് അങ്ങേയറ്റത്തെ ഒരു സന്തോഷം നൽകുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഇന്ന് എന്താണ് ഡക്ക് റോസ്റ്റ് ഒക്കെ ആണോ? ഒന്നുമില്ല, സാധാരണ ചോറും കറിയും. അങ്ങനെ മതിയോ ഒരു ക്രിസ്മസ് ദിനത്തിൽ? അങ്ങനെ മതിയോ? ഇറച്ചിയുണ്ട്, ആ, പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെന്താ വേണ്ട? മതി അത് മതി. അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്നോടൊരു പ്രേക്ഷകൻ പറയാണ് ഈ പ്രധാനമന്ത്രി ഇന്ന് അവിടെ പോയതൊക്കെ വെറും അഭിനയമാണ്. അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ ഫാദർ സാമുവൽ? അല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്റർനാഷണൽ ഫിഗറാണ്. നല്ലൊരു ഇമേജ് ഇന്റർനാഷണൽ ലെവലിലുണ്ട്, അത് നല്ലത് തന്നെ. രണ്ടാമത്തെ കാര്യം, റിഡീമർ ചർച്ചിൽ നിന്ന് ഡൽഹിയിൽ പോയത് അതും നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ്, ക്രിസ്മസ് ആരാധനയിൽ. പക്ഷേ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ഇന്ത്യയില് ഒരു സുരക്ഷിതത്വം ക്രിസ്ത്യാനികൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള സംഗതിയാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഭരണഘടനയിലുണ്ട്. അത് അങ്ങനെ ഒരു ഭരണഘടനയിൽ അങ്ങനെ അവകാശം ഉണ്ടായിരിക്കെ ആ സംരക്ഷണം ഞങ്ങളെപ്പോലുള്ളവർക്ക് നൽകാൻ തക്കവണ്ണം ബഹുമാന പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരം കഴിയുന്നില്ല എന്നത് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇതിനെക്കുറിച്ച് വളരെ കാര്യക്ഷമമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും. അപ്പൊ കല്ലുമക്കായൊക്കെ കഴിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം എന്ന് ഞാൻ. ഓക്കെ, മെറി ക്രിസ്മസ്. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇവിടെ മുഖ്യമന്ത്രി വിലപിക്കുകയാണ്. ക്രിസ്മസിന് നേരെ ആക്രമണം നടക്കുന്നു, ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. പക്ഷേ DYFIക്കാരും CPMകാരും ഇന്ന് വേറൊരു സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം ആയാൽ മാത്രം ക്രിസ്മസ് മതി എന്നാണോ അത് നൽകുന്ന സന്ദേശം? അതോ ഇത് അടികൂടുന്നതിനെയൊക്കെ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ? പ്രാദേശികമായിട്ട് ചില വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ്. ഇതിനൊന്നും പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി നയങ്ങളോ ആയിട്ട് പുലബന്ധം പോലും ഇല്ല. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇന്നലെ തന്നെ ബംഗ്ലാദേശിലോ മറ്റോ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതിന്റെ പ്രതിഫലനമായിട്ട് നമ്മളുടെ പിന്നെ എംബസിയുടെ മുന്നിൽ ഇവിടുത്തെ ആൾക്കാർ ധർണ നടത്തുന്നതൊക്കെ സംഭവങ്ങളുണ്ടായി. ഇത് ഞാൻ മതത്തിന്റെ പേരിൽ ഏത് മതത്തിന്റെ പേരിലായാലും ആക്രമണങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. രണ്ടാമത് എനിക്ക് കാതലായി മറ്റൊരു കാര്യം പറയാനുള്ളത്, രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മളുടെ ചാനലുകളിലടക്കം മെനഞ്ഞാന്ന് ഫ്ലാഷ് ന്യൂസ് കാണിച്ചത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണല്ലോ. നമ്മുടെ ചാനലുകളെല്ലാം ഇന്ത്യ വിഷനിലും അത് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന മെനഞ്ഞാന്നുണ്ടായിരുന്നു, താങ്കൾ ഓർക്കുമെന്ന് കരുതുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിച്ചാണ്. അതായത്